ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഒരു സർക്കാർ ജോലി ലക്ഷ്യം വെച്ച് മുന്നോട്ട് സഞ്ചരിക്കുന്ന എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കുമൊപ്പം ഞാനും എൻ്റെ ചാനലും ഡ്രീം PSC വിത്ത് മീ. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കല, കായികം, സാഹിത്യം, ശാസ്ത്രം തുടങ്ങിയ മേഖലകളിലെ തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾ, മത്സര പരീക്ഷകളിൽ ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ, അവയുടെ അനുബന്ധ വസ്തുതകൾ. ഇന്ന് രണ്ടാം ഭാഗമാണ്. ആദ്യത്തെ പാർട്ട് കണ്ടിട്ടില്ലാത്തവർക്ക് ഞാനതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കേരളത്തിലെ പ്രധാന പൈതൃക കലാരൂപങ്ങളും ജില്ലകളും തന്നിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. തിരുവനന്തപുരം കാക്കാരശ്ശി നാടകം, കാസർഗോഡ് യക്ഷഗാനം, പത്തനംതിട്ട പടയണി. എല്ലാം ശരിയാണ്. നമ്മുടെ കേരളത്തിലെ പല ജില്ലകളിലെ പ്രധാന കലാരൂപങ്ങൾ തിരുവനന്തപുരം കാക്കാരശ്ശി നാടകം, പത്തനംതിട്ട പടയണി, കോട്ടയം അർജുന നൃത്തം, ആലപ്പുഴ വേലകളി, പാലക്കാട് കണിയാർകളി, കണ്ണൂർ തെയ്യം തിറ കളിയാട്ടം, അതുപോലെ തന്നെ കാസർഗോഡ് യക്ഷഗാനം. രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ലഭിച്ച മാരിയപ്പൻ തങ്കവേലു ഏത് കായിക ഇനത്തിലാണ് പ്രശസ്തൻ? ഉത്തരം ഹൈ ജമ്പ്. ഇന്ത്യയുടെ പാരാലിമ്പിക്സ് താരമാണ് മാരിയപ്പൻ തങ്കവേലു. 2016 ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ T42 കാറ്റഗറി പുരുഷന്മാരുടെ ഹൈ ജമ്പിൽ ഇദ്ദേഹം സ്വർണം നേടിയിരുന്നു. 2004 ശേഷം ഇന്ത്യയുടെ ആദ്യ പാരാലിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവാണ് മാരിയപ്പൻ. ഇന്ത്യയിലെ പരമോന്നത കായിക ബഹുമതിയാണ് രാജീവ് ഗാന്ധി ഖേൽരത്ന. 1992 മുതൽ 2021 ഓഗസ്റ്റ് വരെ ഈ അവാർഡിനെ രാജീവ് ഗാന്ധി ഖേൽരത്ന എന്ന് വിളിച്ചിരുന്നു. 2021 ശേഷം മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് എന്ന് അറിയപ്പെടുന്നു. യൂത്ത് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളി HS പ്രണോയ്. ഇന്ത്യൻ ബാഡ്മിൻ്റൺ താരമാണ് HS പ്രണോയ്. 17 ജൂലൈ 1992 ജനനം. തിരുവനന്തപുരം സ്വദേശിയാണ്. നിലവിൽ ബാഡ്മിൻ്റണിൽ ഇന്ത്യയിൽ 2ാം നമ്പർ താരമാണ്. 2010 പ്രണോയ് യൂത്ത് ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടിയത്. 2018 ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടിയിട്ടുണ്ട്. പ്രശസ്ത കലാകാരന്മാരെയും കലാരൂപങ്ങളെയും ചേരുംപടി ചേർക്കുക. മാങ്കുളം വിഷ്ണു നമ്പൂതിരി കഥകളി, അമ്മന്നൂർ മാധവ ചാക്യാർ കൂടിയാട്ടം, പത്മ സുബ്രഹ്മണ്യം ഭരതനാട്യം, ഗുരു ഗോപിനാഥ് കേരള നടനം. കേരളത്തിലെ ഉദാത്ത നാട്യരൂപം എന്നറിയപ്പെടുന്നത് കഥകളിയാണ്. കേരളത്തിൻ്റെ സംസ്കൃത നാടക കലാരൂപത്തിൻ്റെ പേരാണ് കൂടിയാട്ടം. ഇതിനെ യുനെസ്കോ അംഗീകരിക്കുകയുണ്ടായി. അമ്മന്നൂർ മാധവ ചാക്യാർ കൂടിയാട്ടത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്നു. ഭാരതീയ നൃത്തകലയുടെ പ്രഥമ ഗണനീയനായ ആചാര്യന്മാരിലൊരാളും കേരള നടനം എന്ന ആധുനിക നൃത്തരൂപത്തിൻ്റെ ഉപജ്ഞാതാവുമാണ് ഗുരു ഗോപിനാഥ് എന്നറിയപ്പെട്ട പെരുമാനൂർ ഗോപിനാഥൻ പിള്ള. സുപ്രസിദ്ധ ഭരതനാട്യം നർത്തകിയാണ് ഡോക്ടർ പത്മ സുബ്രഹ്മണ്യം. നൃത്ത സംബന്ധിയായ ധാരാളം പുസ്തകങ്ങളുടെ രചയിതാവും നൃത്ത സംവിധായികയുമാണ്. ഭരതനൃത്തം എന്ന പുതിയ നൃത്തശാഖ വികസിപ്പിച്ചത് പത്മ സുബ്രഹ്മണ്യമാണ്. കോവിഡ് അനുബന്ധ പ്രശ്നങ്ങൾ മൂലം അന്തരിച്ച മുൻ ദേശീയ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻ V ചന്ദ്രശേഖർ എത്ര തവണ കിരീടം നേടിയിട്ടുണ്ട്? ഉത്തരം 3 തവണ. മുൻ ഇൻ്റർനാഷണൽ പാഡ്ലറായ V ചന്ദ്രശേഖർ 1982 അർജുന അവാർഡ് ജേതാവാണ്. 1982 കോമൺവെൽത്ത് ചാമ്പ്യൻഷിപ്പിൻ്റെ സെമി ഫൈനലിലെത്തി. 83 ടോക്കിയോ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ 2ാം കാറ്റഗറിയിൽ 1ാം കാറ്റഗറിയിലേക്ക് മുന്നേറാൻ പ്രധാന പങ്ക് വഹിച്ചത് ചന്ദ്രശേഖറാണ്. തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക.
തെറ്റായ പ്രസ്താവനകൾ സിയും 2ഉം 3ഉമാണ്. കൃഷ്ണഗാഥയുടെ രചയിതാവാണ് ചെറുശ്ശേരി. ഇനിയും ശരിയായത് നമുക്ക് പഠിക്കാം. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. ഉദയവർമ്മൻ കോലത്തിരിയുടെ ആജ്ഞപ്രകാരമാണ് ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചത്. മൂന്നാമത്തെ പ്രസ്താവനയും തെറ്റാണ്. തീക്കും തന്നുള്ളിലെ തോന്നിത്തുടങ്ങിയതേ തീക്കായ വേണം എനിക്കെന്നും എന്ന വരികൾ കൃഷ്ണഗാഥയിലേതാണ്. ശ്രീകൃഷ്ണൻ്റെ അവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥകളാണ് കൃഷ്ണഗാഥയുടെ ഇതിവൃത്തം. ഇതിൽ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അലങ്കാരം ഉൽപ്രേക്ഷയാണ്. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലാണ് കൽപ്പാത്തി രഥോത്സവം നടക്കുന്നത്. AD 1425 കൽപ്പാത്തി വിശ്വനാഥ ക്ഷേത്രം നിർമ്മിച്ചത്. രണ്ടും ശരിയാണ്. മലബാർ പ്രദേശത്തെ ഏറ്റവും പുരാതനമായ ശിവക്ഷേത്രങ്ങളിലൊന്നാണ് പാലക്കാട്ടെ കൽപ്പാത്തി വിശ്വനാഥ ക്ഷേത്രം. നിർമ്മിച്ച വ്യക്തി H. കോമ്പിയച്ചൻ. എല്ലാ വർഷവും നവംബറിൽ 10 ദിവസമാണ് കൽപ്പാത്തി ക്ഷേത്രത്തിലെ ഉത്സവം. കൽപ്പാത്തി രഥോത്സവം വളരെ പ്രസിദ്ധമാണ്. മുട്ടത്ത് വർക്കി പുരസ്കാരവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തതേത്? ആദ്യം ലഭിച്ചത് കമലാ സുരയ്യയ്ക്കാണെന്ന് തെറ്റാണ്. മുട്ടത്ത് വർക്കി പുരസ്കാരം ലഭിച്ച ആദ്യ വ്യക്തി OV വിജയൻ. ഖസാക്കിൻ്റെ ഇതിഹാസം അറിയാമല്ലോ, അതിൻ്റെ രചയിതാവായ OV വിജയൻ. പുരസ്കാരം ഏർപ്പെടുത്തിയത് 1992 2015 K. സച്ചിദാനന്ദൻ ഈ പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ കവിയായി. 2019 വിജയി ബെന്യാമിനാണ്. മുട്ടത്ത് വർക്കി പുരസ്കാരം ലഭിച്ച ആദ്യ വനിതയാണ് കമലാ സുരയ്യ. 2006 മുട്ടത്ത് വർക്കിയുടെ മലയാള സാഹിത്യത്തിലെ അരങ്ങേറ്റത്തിൻ്റെ 75ാം വാർഷികമായിരുന്നു 2015. അതിനാൽ കവിതയ്ക്ക് അവാർഡ് നൽകാൻ തീരുമാനിച്ചു. 2016 17 മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തിരക്കഥാരചനയ്ക്കാണ് അവാർഡ് ലഭിച്ചത്. 2021 ലോറസ് പുരസ്കാരം ലഭിച്ച വനിതാ കായിക താരം നവോമി ഒസാക്ക. വർഷം മുഴുവനുമുള്ള കായിക നേട്ടങ്ങൾക്കൊപ്പം കായിക ലോകത്തെ വ്യക്തികളെയും ടീമുകളെയും ആദരിക്കുന്ന വാർഷിക അവാർഡ് ദാന ചടങ്ങാണ് ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ്. ലോറസ് സ്പോർട്സ് ഫോർ ഗുഡ് ഫൗണ്ടേഷൻ സ്ഥാപക രക്ഷാധികാരികളായ ഡൈംലറും റിച്ച്മോണ്ടും ചേർന്നാണ് 1999 ഇത് സ്ഥാപിച്ചത്. ആഗോള പങ്കാളികളായ മെഴ്സിഡീസ് ബെൻസ്, IWC, ഷാഫൗസൻ, MUFG എന്നിവ ഇതിനെ പിന്തുണയ്ക്കുന്നു. ലോകത്തെ ഏറ്റവും മികച്ച ഹോക്കി ഗോൾ കീപ്പർക്കുള്ള അവാർഡ് ലഭിച്ച മലയാളി താരം PR ശ്രീജേഷ്. ലോകത്തെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർക്കുള്ള രാജ്യാന്തര ഹോക്കി ഫെഡറേഷൻ്റെ 2020-21 പുരസ്കാരമാണ് ശ്രീജേഷിന് ലഭിച്ചത്. 2 തവണ ഒളിമ്പിക് വെങ്കല മെഡൽ ജേതാവാണ് ശ്രീജേഷ്. ഇന്ത്യൻ ദേശീയ ടീം മുൻ ക്യാപ്റ്റനാണ്. രാജ്യാന്തര ഹോക്കി ഫെഡറേഷൻ 2020-21 ഇന്ത്യയുടെ നേട്ടങ്ങൾ: മികച്ച പുരുഷ താരം ഹർമൻപ്രീത് സിംഗ്, മികച്ച വനിതാ താരം ഗുർജിത് കൗർ, മികച്ച ഗോൾ കീപ്പർ PR ശ്രീജേഷ്, മികച്ച വനിതാ ഗോളി സവിത പുനിയ, മികച്ച ഭാവി താരം വിവേക് സാഗർ പ്രസാദ്, വനിതകളിൽ ഷർമിള ദേവി, പുരുഷ ടീം പരിശീലകൻ ഗ്രഹാം റീഡ്, വനിതാ ടീം പരിശീലകൻ സ്യോർത്ത് മാരിൻ. മറ്റ് പുരസ്കാരങ്ങൾ: മികച്ച പുരുഷ ടീം ബെൽജിയം, മികച്ച വനിതാ ടീം നെതർലാൻഡ്സ്. അപ്പോൾ ഇന്നത്തെ പോർഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി ഒരു 3 സെക്ഷനും കൂടി ആവുമ്പോൾ കലാ, കായികം, സാഹിത്യം ഈ ഒരു മേഖല അവസാനിക്കും. വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.